അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു വിശ്വാസിയുടെ നാവ് എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്ന ദിക്റുകളെ കുറിച്ചാണ്. ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ട്, എന്ത് നല്ല കാര്യം കഴിഞ്ഞാലും എന്ത് സന്തോഷമുണ്ടായാലും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന് ശേഷം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ശിഷ്യന്മാർ സ്വർഗത്തിൽ ഉന്നത പദവിയിൽ സ്വപ്നം കാണുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു, ഇത്രയും വലിയൊരു ദറജ നിങ്ങൾക്ക് എത്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എപ്പോഴും അൽഹംദുലില്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയം അവൻ അൽഹംദുലില്ലയാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ നാവിൽ ഏതവസ്ഥയിലും അൽഹംദുലില്ല പറയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് വിശ്വാസിയുടെ നാവിൽ എപ്പോഴും പറയൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്റാണ്. അതുപോലെ എന്തെങ്കിലും മുസീബത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ഏറ്റെടുക്കുമ്പോഴും നാളെ ചെയ്യാമെന്ന് പറയുമ്പോഴും നാം പറയണം ഇൻഷാ അല്ലാഹ് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഏത് കാര്യം ഏറ്റെടുക്കുമ്പോഴും ഏത് കാര്യം നാളെ ചെയ്യാമെന്ന് പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയുക. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഉസ്താദെ ഞങ്ങൾക്കറിയുന്നതല്ലേ എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലുണ്ടാവും. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എല്ലാ സമയവും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലാ യസാലു യജ്രി അലാ ലിസാനിഹി ഫീ ആനാഇൽ ലൈലി വ അത്റാഫൻ നഹാർ. നമ്മുടെ നാവിനെ ദിക്ർ കൊണ്ട് നനച്ചുകൊണ്ടിരിക്കുക. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുകയുണ്ടായല്ലോ, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ അതസബ്ബതു ബിഹി. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ നിയമമാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം എന്താണ് നബിയേ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ലാ തസാലു ലിസാനക ദിക്റൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവിനെ ദിക്ർ കൊണ്ട് നനച്ചുകൊണ്ടിരിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ പ്രയാസങ്ങൾ ഒരുപാട് നമുക്കൊക്കെയുണ്ട്. അതിനൊക്കെ ദിക്ർ ചൊല്ലി ദുആ ചൊല്ലി നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കടം വീടാനും പ്രയാസങ്ങൾ വീടാനും നീങ്ങാനും മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദുആ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ വലബത്തി ദൈനി വഖഹ്രി റിജാൽ. വളരെ ഉത്തരമുള്ള, ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു ദുആയാണ്. ഈ ദുആ ഇൻഷാ അല്ലാഹ് പതിവാക്കിയാൽ പ്രയാസങ്ങൾ നീങ്ങും.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ ആശ്വാസമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു തആല നീക്കിത്തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സമ്പത്ത് വർദ്ധിക്കാനും സമ്പത്ത് കൊണ്ട് സ്വർഗം നേടാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുഹാജിറുകളായ സാധുക്കൾ വന്ന് പറഞ്ഞു, ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുകയാണ്, മുതലാളിമാരൊക്കെ നബിയെ വലിയ ഗ്രേഡിലാണ്, അവർ സ്വന്തം സുനിശ്ചിതമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു വലഹും ഫദ്ലും മിൻ അംവാൽ യഹുജ്ജൂന വയഅ്തമിറൂന വയുജാഹിദൂന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കും പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കും പോലെ അവർ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മാത്രം വലിയ ഗ്രേഡുകളാണ്, അവർക്ക് സമ്പത്താണ്, അവർ ആ സമ്പത്ത് കൊണ്ട് ഹജ്ജിന് പോകുന്നു, അവർ ആ സമ്പത്ത് കൊണ്ട് ഉംറ നിർവഹിക്കുന്നു, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നു. ഞങ്ങളിതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, സാമ്പത്തിക അഭിവൃദ്ധി കാണുന്നില്ല, എങ്ങനെ നോക്കിയാലും എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വളരെ അതിലൊക്കെ നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് അവർക്ക് വലിയ ദർജയിൽ നിസ്കാരം നിലവാരമൊക്കെ നിലനിർത്തിയിട്ട് അവർക്ക് വലിയ ദർജ, ഞങ്ങളിതൊക്കെ നിലനിർത്തിയിട്ട് ഞങ്ങൾക്കതൊന്നും കിട്ടുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് മുഹാജിറുകളായ സാധുക്കൾ വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് അവരോട് പറഞ്ഞു കൊടുത്തൊരു മാർഗമുണ്ട്, നിങ്ങൾക്ക് അതേ ഒരു ഗ്രേഡിൽ എത്താം. ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? അലാ ഉഅല്ലിമുകും ശൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖത് വതസ്ബികൂന ബിഹി മൻ ബഅദകും. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, ഖാലൂ ബലാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു തരികയാണ്, നിങ്ങൾ അവരെ പോലെ തന്നെ നിങ്ങൾ ആ ഗ്രേഡിലെത്തും. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ചെയ്യണം. അവർ വന്നവരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാം. അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ സലാസം വസലാസീൻ. നിങ്ങൾക്ക് അതേ ഗ്രേഡിലെത്താൻ, സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വലിയ അഭിവൃദ്ധി ഉണ്ടാവാൻ, നിങ്ങൾക്കതുകൊണ്ട് ഹജ്ജിന് പോകാൻ ഉംറയ്ക്ക് പോകാൻ വലിയ ഫളിലുകൾ ഉണ്ടാവാൻ, നിങ്ങൾ നിസ്കാര ശേഷം 33 സുബ്ഹാനല്ലാഹ് നിങ്ങൾ പതിവാക്കുക, 33 അൽഹംദുലില്ലാഹ് നിങ്ങൾ പതിവാക്കുക, 33 അല്ലാഹു അക്ബർ നിങ്ങൾ പതിവാക്കുക. നിങ്ങൾക്ക് അതേ ഗ്രേഡിലെത്താമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.